ഹലോ വെൽക്കം ബാക്ക്. എന്നാൽ പിന്നെ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് പോയാലോ? അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ഇതിൽ ഞാൻ അടിപൊളി റെസിപ്പീസും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഫ്താറിനും അല്ലാതെ തന്നെ ഈദിനും എല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും റൈസിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് അസറിന് ശേഷമാണ് കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ചിക്കൻ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ചിക്കൻ കഴുകിയിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി. സാധാരണ ഈ വക പരിപാടികളൊക്കെ ഞാൻ ഉച്ചയ്ക്ക് കുളി കഴിയുന്നതിന് മുന്നായിട്ട് തീർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് ഞാൻ റൈസിൻ്റെ പരിപാടിയിലേക്കാണ് നിന്നിട്ടുള്ളത് കേട്ടോ. ഒരു സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ പുലാവാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവരും അതുപോലെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടി തരാം. അങ്ങനെ ചിക്കനൊക്കെ ക്ലീനാക്കി വെച്ചു. ഇതിലേക്ക് വേണ്ടിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. ആദ്യം തന്നെ റൈസിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. അതിന് വേണ്ടി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ഉപ്പും 2-3 ടേബിൾ സ്പൂൺ കട്ട തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. ഇനി നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ട് പൊരിച്ചെടുക്കാൻ കുറച്ച് ഉള്ളി വേണം. അപ്പോൾ ഞാനൊരു വലിയ ഉള്ളി നേരിയതാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്താൽ പിന്നെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മന്തി പോലും നമ്മൾ മാറ്റി വെക്കും കേട്ടോ. അത്രക്കും സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. മന്തിനേക്കാളും ഒന്നുകൂടി ഫ്ലേവർഫുള്ളാണ് ഈ ഒരു റൈസ്. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം ഞാൻ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള അരി കഴുകി കുതിർത്തിയതാണ് കേട്ടോ. ഈ ഒരു കപ്പിന് ഒരൊറ്റ കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അത്താഴത്തിന് വേണ്ടിയുള്ള ചോറിനും കൂടി അരി കഴുകിയിട്ട് കുക്കറിലിടുന്നുണ്ട് കേട്ടോ. സൈഡ് ബൈ സൈഡായിട്ട് അതും കൂടി അങ്ങോട്ട് റെഡി ആയിക്കോളല്ലോ. അങ്ങനെ നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഉള്ളി കുറച്ച് ഓയിലൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു പുലാവ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. ഈ ഒരു ഈദിനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഈദിനൊക്കെ നമ്മളെപ്പോഴും പണി കുറവുള്ള എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുക. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നപ്പോൾ അതിന്ന് ഒരു വലിയ തവി ഉള്ളി ഞാൻ പൊരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ള ഉള്ളിയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ അതുപോലെ ആ മസാലയോട് കൂടി അതിലേക്ക് തട്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അതവിടെ അങ്ങനെ കുക്കായി വരുന്ന സമയം കൊണ്ട് ഞാൻ അരി ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോൾ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു അടിപൊളി പ്രോട്ടീൻ ഷേക്കും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, പാല്, കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അടിപൊളി ഒരു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പീനട്ട് ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നിലക്കടല വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു സംഭവം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിങ്ങനെ അടിച്ച വഴിയേ നോമ്പ് തുറന്ന ഉടനെ അങ്ങനെ കുടിച്ചപ്പോൾ എനിക്ക് അത്ര ഒരു ഫീൽ കിട്ടിയില്ലായിരുന്നു. പക്ഷേ കുറച്ച് സമയം നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിഞ്ഞ് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനോട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആക്ച്വലി ഇത്രയും ബ്രൗൺ ആക്കി എടുക്കേണ്ട, ഞാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ തിരിഞ്ഞപ്പോൾ കുറച്ചധികം ബ്രൗൺ ആയി പോയതാണ് കേട്ടോ. ഇനി അവസാനമായിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല, ഒരു പിഞ്ചിൽ ഏറെ തീരെയും ചേർക്കരുത്, അത്ര തന്നെ ചേർത്താൽ മതി. ആ ഗരം മസാലയും കൂടി ചേർത്ത് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ആ ഒരു ചിക്കൻ ഒന്ന് കോരി മാറ്റാം കേട്ടോ. ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് ഹോൾ സ്പൈസസും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരിയും കൂടി ചേർത്ത് ഒന്നിളക്കി അരി വേവിക്കാൻ പാകത്തിന് ഇരട്ടി വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സാധാരണ നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്ന പോലെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എത്ര സിമ്പിളാണ് നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അരിയണ്ട, മുറിക്കേണ്ട, ഒരുപാട് പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. പിന്നെ ഉപ്പിടുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഉപ്പിടുക. കാരണം നമ്മൾ അതിൽ ചിക്കൻ മാത്രമേ കോരി എടുത്തിട്ടുള്ളൂ, കുറച്ച് ഗ്രേവി അതിൽ ഓൾറെഡി ബാക്കിയുണ്ട്. അപ്പോൾ അതിലും കുറച്ച് ഉപ്പുണ്ടാവും. അതും കൂടി കണക്കിലെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഇന്ന് സ്നാക്കായിട്ട് ഞാൻ പഴനിറവാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ.
മധുരത്തിലൊരു സ്നാക്ക് കഴിക്കണം തോന്നിയാൽ എനിക്ക് എപ്പോഴും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഈ ഒരു പഴനിറവാണ്. നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാനുള്ള അത്ര ബുദ്ധിമുട്ടും ഇല്ല, എന്നാൽ ഉന്നക്കായൻ്റെ അതേ ടേസ്റ്റിൽ കഴിക്കാനും പറ്റും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പണ്ടം റെഡിയാക്കി എടുക്കുകയാണ്. നെയ്യിലേക്ക് അണ്ടിയും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ചിരകി വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ നമ്മൾ തേങ്ങാപ്പണ്ടം സെറ്റാണ്. ഈ ഒരു സംഭവം നമ്മൾ എത്ര കുറച്ചുണ്ടാക്കിയാലും നിറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഫില്ലിങ്സ് അവിടെ അധികവും ബാക്കിയായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് പോലും നിറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് 1-2 ടേബിൾ സ്പൂൺ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റൈസൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്നും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ കരുതി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി പൊരിച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ജസ്റ്റ് 1-2 മിനിറ്റ് മാത്രം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ദമ്മിട്ട് എടുത്താൽ മതി കേട്ടോ. ഓവർ ദമ്മിടാൻ നിൽക്കരുത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ റൈസ് സെറ്റാണ് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും തന്നെ ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പഴനിറവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഈ ഒരു പഴനിറവ് ഇതുപോലെ അതിലേക്ക് ആ ഒരു പണ്ടം നിറച്ച് കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ മൈദയിൽ മുക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നവരുണ്ട്. ജസ്റ്റ് ആ ഒരു സ്ലിറ്റിൻ്റെ അവിടെ മാത്രം മൈദ തേച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ ചെയ്യാനാണ്. എനിക്കിതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടും മൈദ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ടും തോന്നിയിട്ടുള്ളത്. ഇതുപോലെ പഴത്തിൻ്റെ സൈഡിൽ നിന്നും ആ കട്ടിയുള്ള ഭാഗത്തു നിന്നൊക്കെ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചിരണ്ടി സ്ക്രേപ്പ് ചെയ്തെടുത്തതിന് ശേഷം അത് തന്നെ മേലെ വെച്ചിട്ട് അടച്ചു കൊടുക്കുക. എന്നിട്ട് നോർമലി നമ്മൾ പഴം നെയ്യിലിട്ട് വാട്ടിയെടുക്കുന്ന പോലെ അങ്ങനെ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴും ആദ്യമായിട്ട് ചെയ്യുമ്പോഴും കുറച്ച് ടാസ്ക്കുള്ള പോലെ തോന്നും. ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൈക്കൊരു വഴക്കം വന്നു കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ. ഞാൻ എപ്പോഴും മൈദയിൽ അതങ്ങനെ മുക്കിയെടുക്കുന്നതിനേക്കാളും പ്രിഫർ ചെയ്യൽ ഈ ഒരു പഴനിറവിനാണ്. എനിക്കിതാണ് ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങളവിടേക്കൊക്കെ ഈ പഴനിറവ് ഉണ്ടോ, അതെങ്ങനെയാണ് ചെയ്യലെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിടാം കേട്ടോ. വീഡിയോസൊക്കെ പലരും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ എന്തോ ആളുകൾക്ക് ഭയങ്കര മടിയാണ്. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പറ്റുന്നവരൊക്കെ ഒരു കമൻറ്റ് തരാം കേട്ടോ. അങ്ങനെ ഇതാ പഴനിറവിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാനത് ഇതാ ഫ്രൈ പാനിലേക്ക് ഇട്ട് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഇട്ടിങ്ങനെ ഓരോ സൈഡും തിരിച്ചും മറിച്ചു ഇട്ടിട്ട് അങ്ങനെ കുക്കാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് ചെയ്യുമ്പം വളരെ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ ഒരു സൈഡ് ബ്രൗൺ ആയി വരും, പക്ഷേ ഉൾഭാഗം തീരെ കുക്കാവില്ല. അപ്പോൾ നമ്മൾ ഓവർ കട്ടിയുള്ള പഴം എടുക്കാനും പാടില്ല കേട്ടോ. നല്ലോണം കട്ടിയുള്ള പഴമാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ സമയം എടുത്ത് ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാലും അതിൻ്റെ ഉൾഭാഗം കുക്കാവാണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ നമ്മളെ റെസിപ്പീസൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.